പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച. റെയിൽ ഭവന്റെ ഭാഗത്തെ മതിൽ ഒരാൾ ചാടിക്കടന്നു. UP സ്വദേശിയായ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പോലീസ് അറിയിച്ചു. പാർലമെന്റിന്റെ റെയിൽ ഭവന് മുന്നിലുള്ള മതിലാണ് ഈ കാണുന്നത്. ഇത് കടന്നാണ് രാവിലെ 6:30 ഒരാൾ അകത്തേക്ക് കടന്നത്. അതായത് വലിയ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ സംഭവിച്ചത്. നമുക്കിവിടെ കാണാം കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിൽ വലിഞ്ഞു കയറിയാണ് ഇയാൾക്ക് മതിൽ ചാടിക്കടക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ കഴിയില്ല, അത്രത്തോളം പൊക്കമുണ്ട്. നോക്കൂ, ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ഈ ഇത്രയും ഉയരമുള്ള മതിൽ, അത് ഒരാളെ സംബന്ധിച്ച് അങ്ങനെ എളുപ്പത്തിൽ ചാടിക്കടക്കുക എളുപ്പമല്ല. അകത്തേക്ക് കടന്നയാൾ ഗരുദ്വാർ വരെ, അതായത് ഈ മതിൽ ചാടി കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മുന്നിലോട്ട് പോയാൽ മതി, ഗരുദ്വാർ എത്തും. അവിടെ വരെ ഇയാൾ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണുന്നതും പിടിച്ചുകൊണ്ടു പോകുന്നതും. രാവിലെ 6:30 ആയിരുന്നു സമയം. താരതമ്യേന ഇവിടെ ഉണ്ടാകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. പിന്നീടാണ് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ വരിക. എന്തായാലും അകത്തെത്തിയ അയാളെ CASF-ഉം CRPF-ഉം പാർലമെൻറ്റ് സെക്യൂരിറ്റി ചേർന്ന് തന്നെയാണ് പിടികൂടിയത്. പിന്നീട് പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിച്ചത്. അതുകൊണ്ട് ഇന്ന് സഭാ നടപടികളോ MP-മാരോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇയാളുടെ ഉദ്ദേശം, ഇയാൾ എവിടെ നിന്ന് വന്നു, ഇയാൾ ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് വ്യക്തമാക്കുന്നതേ ഉള്ളൂ, അതായത് പുറത്ത് വിടുന്നതേ ഉള്ളൂ. ഈ പരിസരമൊക്കെ സാധാരണ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും അയാൾക്കത് കടക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഡൽഹിയിൽ പാർലമെൻറ്റിന് മുന്നിൽ നിന്നും ജഗദീഷ് വിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.